ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമുക്ക് വളരെ സുപരിചിതമായ തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. സഭയുടെ ആരാധനക്രമ കലണ്ടർ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്നാണ് മംഗളവാർത്താ കാലം, ഒന്നാം ഞായർ, the first Sunday of the Advent, അല്ലെങ്കിൽ ആഗമനകാലം, ഒന്നാം ഞായർ. അതിൻ്റെ വായനയാണ് നാം വായിച്ചു കേട്ടത്. ഇന്നത്തെ തിരുവചന ഭാഗം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതായത് തിരുവചന ഭാഗത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, ദീർഘമായ കാത്തിരിപ്പ് അവസാനിക്കുന്നു, പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു, വഴിയും സത്യവും ജീവനുമായവന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്നവന്റെ ജനനമാണ് ഇന്ന് സുവിശേഷം പറയുന്നത്. അപ്പോ വഴിയും സത്യവും ജീവനുമായവന്റെ മുന്നോടിയായി അവന് വഴിയൊരുക്കുന്നവന്റെ ജനനത്തിന്റെ ചിന്തയാണ് ഇന്നത്തെ ധ്യാനം എന്ന് പറയുന്നത്. അതായത് സ്നാപകന്റെ പിറവിയുടെ വാർത്തയാണ് ഇന്നത്തെ തിരുവചനത്തിന്റെ ഉള്ളടക്കം. ഇനി നമുക്ക് ഇതിന്റെ പശ്ചാത്തലം നന്നായിട്ടൊന്ന് കാണണം, എങ്കിൽ ഇത് ശരിക്കും മനസ്സിലാകുകയുള്ളൂ. നിങ്ങൾക്ക് അറിയാം, പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകമെന്ന് പറയുന്നത് മലാക്കി പ്രവാചകനാണ്. അറിയാവുന്ന ഞാൻ കരുതുന്നു, മലാക്കി പ്രവാചകൻ. അല്ലെങ്കിൽ ഒന്ന് നോക്കണം. ഈ മലാക്കി പ്രവാചകന്റെ പ്രവചനം 4-ാം അധ്യായം 4ഉം 5ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. മലാക്കി പ്രവാചകന്റെ 4-ാം അധ്യായം 4ഉം 5ഉം വാക്യങ്ങൾ വായിക്കുന്നു. ദൈവത്തിന്റെ കോപത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുവാനായിതാ വീണ്ടും ഏലിയ പ്രവാചകൻ വരുന്നു എന്ന്. അതാ, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുവാനായിതാ വീണ്ടും ഏലിയ പ്രവാചകൻ വരും എന്ന്. പിന്നീട് ഈ ഏലിയ മലാക്കിയുടെ ഈ പ്രവചനം നടന്നതിന് ശേഷം 400 വർഷം പിന്നെ ഒന്നും സംഭവിച്ചില്ല. സ്വർഗം വായി പൂട്ടിയിരുന്നു, ദൈവം നിശബ്ദത പാലിച്ചു. അങ്ങനെ 400 വർഷത്തിന് ശേഷമാണ് ഇന്ന് സ്നാപകന്റെ, അതായത് 2-ാം ഏലിയായുടെ ജനനം പറഞ്ഞുകൊണ്ട് ദൂതൻ വരുന്നത്. അപ്പോ ഈ സ്നാപകൻ ആരാണ്? വേദപുസ്തകത്തിൽ പ്രവചിക്കപ്പെട്ടിരുന്ന 2-ാമത്തെ ഏലിയ. അങ്ങനെ 2-ാമത്തെ ഏലിയായുടെ പ്രവചനമാണ് ദൂതൻ എന്ന് പ്രഘോഷിക്കുന്നത്. ഇനി ഈ 2-ാമത്തെ ഏലിയായ സ്നാപകനെ 2-ാമത്തെ ഏലിയ ആയിട്ടാണ് ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. അപ്പോ ഇന്നെന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ നിശബ്ദത അവസാനിക്കുന്നു, ദൈവം വായി തുറന്നു. എന്തിന്? തന്റെ സുതന്റെ വരവിലുള്ള ഒരുക്കം ചെയ്യുന്നവന്റെ ജനനത്തെ കുറിച്ച് പറയുവാനായിട്ട്. ഇനി മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. നാം വായിച്ചു കേട്ടതുപോലെ സഖറിയായുടെ കാലത്ത്, സഖറിയ പുരോഹിതനായി, സഖറിയായുടെ കാലത്ത് ഇസ്രായേലിലെ 20,000 പുരോഹിതന്മാരുണ്ടായിരുന്നു. അന്ന് പുരോഹിത ശുശ്രൂഷ ഒരു ഉപജീവന മാർഗമാണ്. നമുക്കറിയാം, കത്തോലിക്ക സഭയെ ഒഴിച്ചുള്ള മതങ്ങളിൽ പുരോഹിത ശുശ്രൂഷ ഉപജീവന മാർഗമാണ്. നമുക്കും അങ്ങനെ ആകാം. ആ അപകടം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയുന്നു. അപ്പൊ അങ്ങനെ 20,000-ഓളം പുരോഹിതന്മാരുണ്ടായിരുന്ന കാലത്ത് എല്ലാവർക്കും
ധൂപാർച്ചനയ്ക്കുള്ള അവസരം കിട്ടില്ല. 20,000 പേരില്ലേ. അതുകൊണ്ട് എന്താ ചെയ്തിരുന്നത്? നറുക്ക് കിട്ടുന്ന ആളാണ് കർത്താവിന്റെ ബലിപീഠത്തിൽ ദ ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധിയുടെ ഉടമലയത്തിലേക്ക് കയറുവാനും അവിടെ ധൂപാർപ്പണം നടത്തുവാനുള്ള അവകാശം ഈ നറുക്ക് കിട്ടുന്നവരായിരുന്നു. അങ്ങനെ സഖറിയായ്ക്ക് നറുക്ക് കിട്ടിയപ്പോഴാണ് സഖറിയ ബലിപീഠത്തിലേക്ക് കയറി ധൂപാർപ്പണം നടത്തുന്നത്. അങ്ങനെ സഖറിയ ധൂപാർപ്പണം നടത്തുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു വേള സഖറിയ നോക്കുമ്പോ ബലിപീഠത്തിന്റെ വലതുവശത്ത് ദൂതൻ നിൽക്കുന്നു എന്ന് വായിച്ചു കേട്ടതാണ്. ദൂതനെ കണ്ട് സഖറിയ അസ്വസ്ഥനായി. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, ബലിപീഠത്തിന്റെ വലതുവശത്ത് ധൂപം നിന്നു. ഈ വലതുവശത്ത് ചില പ്രത്യേകതകളുണ്ട്. സ്വർഗത്തിന്റെ വലതുവശം ആരുടേതാണ്? ഈശോയ്ക്കുള്ളതാണ്. പിതാവിന്റെ വലതുവശം ആർക്കുള്ളതാ? അതും ഈശോയ്ക്കുള്ളതാണ്. ഇവിടെ ബലിപീഠത്തിന്റെ വലതുവശത്ത് ദൂതൻ വന്ന് നിന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം രക്ഷകനായ ഈശോ വരുന്നു എന്ന സൂചനയാണ്. അതാ സ്നാപകന്റെ സൂചന. രക്ഷകനായ ഈശോ വരുന്നു എന്ന സൂചന കാണിക്കാനാണ് ബലിപീഠത്തിന്റെ വലതുവശത്ത് വന്ന് ദൂതൻ നിന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് എന്റെ പശ്ചാത്തലം. അപ്പോ ആദ്യത്തേത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ദൂതന്റെ അനാക്യ പ്രവാചകന്റെ പ്രവചനം പൂർത്തിയാകുന്നു. സ്നാപകൻ രണ്ടാം ഏരിയ. രണ്ടാമത്തെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. ഇങ്ങനെ ദൂതൻ വന്ന് വലതുവശത്ത് നിൽക്കുകയാണ്. ഇങ്ങനെ ഈ ധൂപാർപ്പണ സമയത്ത് പുരോഹിതൻ പ്രാർത്ഥിച്ചിരുന്നത് ദൈവമേ അങ്ങയുടെ രാജ്യം വരണമേ എന്നും പ്രാർത്ഥനയായിരുന്നു. അല്ലാതെ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകണമേ എന്നൊന്നും ആയിരുന്നില്ല. ദൈവമേ അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന നേരത്താണ് നമ്മുടെ ദൂതൻ വലതുവശത്ത് വന്ന് നിൽക്കുന്നതായിട്ട് പിന്നെ സഖറിയ കാണുന്നത്. നമുക്ക് നമ്മുടെ ധ്യാനത്തിലേക്ക് പോകാം. 2 ധ്യാനങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ ധ്യാനം ഇതാണ്, സഖറിയയും എലിസബത്തും. വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, സഖറിയയും എലിസബത്തും ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു എന്നാണ്. സാധാരണ പിന്നെ കുലീനരായ പുരോഹിതർ, സാമ്പത്തികമായ കഴിവുള്ള പുരോഹിതർ, ഉന്നത കുലജാതരായ പുരോഹിതരൊക്കെ താമസിച്ചിരുന്ന എവിടെയാണ്? ജെറുസലേമില്. അപ്പൊ നമ്മുടെ സഖറിയ ഗ്രാമത്തിൽ താമസിച്ചു, അബിയ. അപ്പൊ അതിന്റെ അർത്ഥം സഖറിയ ഒരു പാവപ്പെട്ട പുരോഹിതനായിരുന്നു എന്നാണ് അർത്ഥം. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ഈ പാവപ്പെട്ട പുരോഹിതനായ സഖറിയയ്ക്കും ഭാര്യ എലിസബത്തിനും മക്കളും ഉണ്ടായിരുന്നില്ല, വന്ധ്യത്വം. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും അവഗണിക്കപ്പെട്ട, തഴയപ്പെട്ട 2 വ്യക്തികളായിരുന്നു സഖറിയയും എലിസബത്തും. എന്നാൽ അവർ ഈ തഴയപ്പെട്ട പാവപ്പെട്ടവരായ സഖറിയയും എലിസബത്തും എങ്ങനെയാ ജീവിക്കുന്നത്? നിരാശയൊന്നും ഉണ്ടായില്ല. അന്ത്യത്വത്തെ കുറിച്ച് നിരാശയൊന്നും ഉണ്ടായില്ല. അപകർഷതാബോധമുണ്ടായില്ല. അവ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നിന്റെ രാജ്യം വരണമേ എന്ന്. ഒപ്പം അവര് നീതിനിഷ്ഠരും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരുമായിരുന്നു. അതാ, നീതിനിഷ്ഠരും ദൈവത്തിന്റെ കൽപ്പനകളും പാലിക്കുന്നവരായിരുന്നു. ഈ സഖറിയയുടെയും എലിസബത്തിന്റെയും താഴ്മയിലേക്ക്, അവരുടെ നീതിനിഷ്ഠമായ ജീവിതത്തിലേക്ക് ദൈവം കണ്ണയക്കുകയാ സ്വർഗത്തിൽ നിന്ന്. നമുക്കറിയാം, നമ്മുടെ വീട് വയ്ക്കുന്ന, നിങ്ങളൊക്കെ വീട് വെച്ചിട്ടുള്ളവരാ, വീട് പണിതിട്ടുള്ളവരാ. അപ്പോ വീടിന് സ്ഥാനം കണ്ട് വീട് പണിയാൻ തുടങ്ങുമ്പോൾ ഒരു പ്രമാണമുണ്ട്. എന്നറിയാമോ? വീടൊരിക്കലും പള്ളിയുടെയോ അമ്പലത്തിന്റെയോ മുകളിലാകരുതെന്ന്. ഹിന്ദുക്കൾക്ക് അങ്ങനെ, നമുക്ക് ഇങ്ങനെ. അപ്പോ വീടൊരിക്കലും ആ പള്ളിയുടെ മുകളിൽ പോകരുത്, പള്ളിയുടെ താഴെ നിൽക്കണം. വീട്, അതായത് തമ്പുരാന്റെ മുകളിൽ പോകരുത് നമ്മുടെ വീടെന്ന് ചുരുക്കം.
തമ്പുരാന്റെ മുകളിൽ പോയാൽ തമ്പുരാനെ കാണാൻ വയ്യാതെ വരും നമ്മുടെ വീട്. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ കണ്ണുകൾ താഴ്വയിൽ കഴിയുന്ന സക്രിയയിലേക്കും എലിസബത്തിലേക്കും കടന്നു വന്നു. ദൈവത്തിന്റെ കൃപ അനുഗ്രഹ പൂമഴയായി പെയ്തിറങ്ങി ഈ പാപ മനുഷ്യന്റെ താഴ്വയിലേക്ക്, അവന്റെ വിനീത ഭാവത്തിലേക്ക്. അതാ അമ്മ പറയുന്നുണ്ട് തന്റെ ദാസിയുടെ വിനീത ഭാവത്തെ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിനീത ഭാവങ്ങളിലേക്ക്, നമ്മുടെ താഴ്വകളിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക് ദൈവത്തിന്റെ കൃപ പെയ്തിറങ്ങും. ഉറപ്പാ. നമ്മൾ ആദ്യത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു കണ്ടു, സാറായുടെ ഉദരം തുറക്കുന്ന കർത്താവിനെ. പിന്നെ നമ്മൾ കാണുന്നുണ്ട് തന്റെ കുഞ്ഞിന് വേണ്ടി ഇത്തിരി വെള്ളത്തിന് വേണ്ടി പാപം ഹാഗാർ തരിയുമ്പോൾ കുഞ്ഞിന്റെ മരണം കാണാൻ കഴിയാതെ ആ പാപം പെണ്ണ് പുറത്തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപയുടെ അനുഗ്രഹ വർഷം അരുവിയായി ഇറങ്ങി വന്ന് ഇഷ്ടം പോലെ ആ കുഞ്ഞിന് വെള്ളം കുടിക്കാൻ സാധിക്കുന്നത്. അതാണ് താഴ്മയിലേക്ക്, നമ്മുടെ വിനീത ഭാവങ്ങളിലേക്ക് പെയ്തിറങ്ങും തമ്പുരാന്റെ കൃപ. നമുക്ക് അങ്ങനെ കേട്ടോ. പള്ളിക്ക് മുകളിൽ വീട് പണിയരുത്, കുഴപ്പമില്ല. നമുക്കറിയാം നമ്മുടെ വിനീത ഭാവങ്ങൾ, നമ്മുടെ കുറവുകൾ ദൈവം നിറമായി ഇറങ്ങി വരും, ഉറപ്പാണ്. നോക്കി, നമ്മുടെ പത്രോസ് പൗലോസ് ഏത് ജാതികളായിരുന്നു, പക്ഷെ അവരെ ദൈവത്തിന്റെ തമ്പുരാൻ വലിയ ശിഷ്യന്മാരാണ്. നമ്മുടെ മുത്തപ്പന്റെ കാര്യം പറയാനുമില്ല, അല്ലേ? സെനഗസ്റ്റിന്റെ നിന്നിപ്പാര മുത്തപ്പൻ, മറ്റെല്ലാം അറിയാം വ്യഭിചാര സ്ത്രീയായിരുന്നു. എന്നിട്ടിപ്പോ അവര് പാര. അപ്പോൾ നമ്മുടെ കുറവുകളിലേക്ക്, നമ്മുടെ ബലഹീനതകളിലേക്ക് അൽഫോൻസാമരങ്ങൾക്കറിയാം, കൊച്ചുസമുദ്രത്തിൽ നമുക്കറിയാം, ഇവരൊക്കെ നമുക്കറിയാം. ദൈവം നമ്മുടെ ബലഹീനതകളിലേക്ക്, കുറവുകളിലേക്ക് അനുഗ്രഹ പൂമഴായി പെയ്തിറങ്ങുന്നതായി പറയുന്നത്. രണ്ടാമത്തെ ചിന്ത, സക്രിയയെയും എലിസബത്തിനെയും ചുറ്റിക്കുന്നു ദൈവം. എന്തിനാ? അവിശ്വാസമല്ല, ഒന്ന് സംശയിച്ചു പോയി. എന്തുകൊണ്ട് സംശയിച്ചത്? മനുഷ്യബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ കൃപയെ അളന്നു ഇവർ. 90 വയസ്സായ അപ്പൂപ്പനായ എനിക്കും അമ്മൂമ്മയായ എന്റെ ഭാര്യയ്ക്ക് ഇനി കുഞ്ഞുണ്ടാകണമെന്ന്. നല്ല തമാശാണല്ലോ എന്ന് പാപം സക്രിയ ഒന്ന് സംശയിച്ചു പോയി. അപ്പോഴാണ് ചിറ്റ വരുന്നത്. അപ്പോൾ എന്താ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ ചിന്തയെ, ദൈവത്തിന്റെ പരിപാലനയെ പരിമിതമായ മനുഷ്യബുദ്ധി കൊണ്ട് അളക്കാൻ പാടില്ല. പിന്നെ വിശ്വാസം എവിടെയാണ്? യുക്തിയിലല്ല, ഹൃദയത്തിലാണ്. തലയിലല്ല, ഹൃദയത്തിലാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് സെന്റ് അഗസ്റ്റിൻ പറഞ്ഞത്, ക്രേദോ ഉത് ഇന്റലിഗം, ബിലീവ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ വിശ്വസിക്കും, നിന്നെ മനസ്സിലാക്കും. അതാ, നേരെ തിരിച്ചല്ല. ഇന്റലിഗോ ഉത് ക്രേദ, അതല്ല. ഞാൻ വിശ്വസിക്കുന്നു നിന്നെ മനസ്സിലാക്കാൻ, അല്ലാതെ ഞാൻ മനസ്സിലാക്കേണ്ടത് നിന്നെ വിശ്വസിക്കുകയല്ല. അതായത് തിരിച്ചല്ല. അഗസ്റ്റിൻ പറഞ്ഞതാ, ആ ബിലീവ് യു ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ വിശ്വസിച്ചാൽ നിന്നെ മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കുർബാന രഹസ്യങ്ങളും ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുക? വിശ്വസിച്ചത് കൊണ്ട്. ഇവിടെ ഈ കാര്യത്തിൽ അത്തിരി തോറ്റുപോയത് പാപം സക്രിയ. പിന്നെ മറ്റൊന്നുണ്ടായിരുന്നു, പുരോഹിതനായത് പഴയ നിയമം മുഴുവൻ അറിയാവുന്നവനല്ലേ സക്രിയ. പിന്നെ എന്തുകൊണ്ട് ഈ തമ്പുരാന്റെ ഇടപെടലിലേക്ക് സംശയിച്ചു? അറിവുള്ളവൻ അറിവ് ഉപയോഗിക്കണമായിരുന്നു, അതൊരു കുറവായി. എങ്കിലും ഓർക്കുക, ഈ ശിക്ഷ, മൗനം കൃപയായി മാറുന്നു. മൗനകാലത്തിന് ശേഷം വായി തുറന്നു കഴിഞ്ഞപ്പോ ദേവസ്തുതികൾ സങ്കീർത്തനങ്ങളായി, ദേവസ്തുതികളായി അണമുറിയാതെ നിലയ്ക്കാത്ത പ്രവാഹം പോലെ ഒഴുകിയിറങ്ങുന്ന